ഡോക്ടർ റോയിയുടെ സഹോദരൻ ശ്രീ ബാബു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കർണാടകത്തിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ. അതുകൊണ്ടാണ് ഡോക്ടർ റോയി സിജിയുടെ മരണത്തിൽ താൻ പ്രതികരിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അതുപോലെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ TA ജോസഫുമായും നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. ഒരുപാട് കള്ളക്കഥകൾ ഈ ഡോക്ടർ റോയി സിജിയെക്കുറിച്ച് ഇപ്പോൾ ഈ റീച്ചിനും സ്വാധീനത്തിനുമൊക്കെ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. കുറച്ച് കഷ്ടമാണ്. ഒരു മനുഷ്യൻ്റെ മൃതദേഹത്തിൻ്റെ മുകളിൽ കയറി നിന്നാണ് നമ്മൾ ഈ അഭ്യാസം കാണിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നമുക്കും ഈ അവസ്ഥ നാളെ ഉണ്ടായില്ലെന്ന് വരുമോ? എന്തായാലും ഡോക്ടർ റോയി സിജിയുടെ മരണത്തിൽ ഇപ്പോൾ MD TA ജോസഫിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. റോയി സിജെ മരിച്ചിട്ടും ചില ആളുകൾ വല്ലാതെ വേട്ടയാടുന്നു. അതുപോലെ യൂട്യൂബിലൊക്കെ തന്നെ വ്യാജ വാർത്തകൾ വരുന്നു. കോൺഫറൻസ് ഗ്രൂപ്പിന് പിന്നാലെ EDO CBI ഒന്നും ഇല്ലെന്നാണ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്ത കാര്യം, നിങ്ങൾ എന്തോ കമ്പനിയുടെ അകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വെറുതെ ഈ കഴുകന്മാരെ പോലെ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക. മരിച്ചുപോയ ആളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്തുണ്ടാവുന്ന ഒരു മാനസികമായ സന്തോഷം? അതെല്ലാം നിർത്തുക. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മരണാനന്തരം ഒരാളോട് നമ്മൾ ആദരവ് കാണിക്കുക എന്നുള്ളത്. കാരണം എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നൊരു സാഹചര്യമാണ്. കർണാടകത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല, നമ്മുടെ അവിടെ അന്വേഷണത്തിന് പോയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരിൽ ആരും ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. അവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സംസാരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് പറയുന്നതൊക്കെ തന്നെ അവിടുത്തെ പോലീസ് അനൗപചാരികമായിട്ട് നിഷേധിച്ചിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ പലതും കള്ളക്കഥകളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വ്യാജ വാർത്തകളിൽ നിന്ന് ദയവ് ചെയ്ത് ഡോക്ടർ റോയിയുടെ പഴയൊരു സുഹൃത്തെന്നല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾ പിന്തിരിയണം. ശ്രീനാഥ് ചന്ദ്രൻ ബംഗളൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ ശ്രീനാഥ്. ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ TA ജോസഫ്, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD ആയ TA ജോസഫിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ സംരംഭങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഡോക്ടർ റോയ് പ്രധാനമായും ബംഗളൂരുവിലെയും മറ്റിടങ്ങളിലെയും ഒക്കെ തന്നെ ബിസിനസ്സാണ് നോക്കി നടത്തുന്നത് എന്ന് ജോസഫ് ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മരണശേഷം പുറത്തു വരുന്ന വാർത്തകൾ, അതിൽ ഉപഭോക്താക്കൾ ആരും തന്നെ ഭയപ്പെടേണ്ട, അതിലൊരു ആശങ്കയും കാണേണ്ടതില്ല. അങ്ങനെ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ വ്യാജ വാർത്തകളാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ചില യൂട്യൂബർമാരാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് TA ജോസഫ് പറയുന്നത്. കമ്പനിയെ തകർക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശവം തീനികളെ പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, EDയോ CBI ഒന്നും തന്നെ ഞങ്ങളുടെ പുറകിലില്ല, അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, കമ്പനിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം എത്തി എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ, ഫെമയുമായി ബന്ധപ്പെട്ട കേസൊക്കെ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ TA ജോസഫ് നിഷേധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു തെറ്റായ മാർഗത്തിലൂടെ പോയാൽ പിന്നെ താൻ ഈ കമ്പനിയിൽ തന്നെ ഉണ്ടാവില്ല, താനൊരു ദൈവവിശ്വാസിയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം, അത് യഥാർത്ഥത്തിൽ കമ്പനിയുടെ പേര് ചീത്തയാക്കുന്ന, കമ്പനി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വരുമ്പോൾ അത് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഇപ്പോൾ MDക്ക്. കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ നിക്ഷേപകർ വലിയ തോതിൽ പിന്മാറുന്നതൊക്കെ ഉള്ള സാഹചര്യം അത് കമ്പനിക്ക് ദോഷകരമായി ബാധിക്കും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കമ്പനിയെ തള്ളിവിടാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഡോക്ടർ റോയ് മരിച്ച 3 ദിവസം, ആ 3 ദിവസം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനങ്ങൾ കുറച്ചൊന്ന് മന്ദഗതിയിലായത്. കാരണം പലർക്കും കേരളത്തിൽ നിന്ന്, ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന പലർക്കും കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാൻ വരേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ഒഴിച്ചു നിർത്തിയാൽ ഒരു പ്രൊജക്റ്റും എവിടെയും നിന്നു പോയിട്ടില്ല, എല്ലാം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നതും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ പലതും വ്യാജ വാർത്തകളാണ്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് TA ജോസഫ് ഒരു വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. നമ്മളെ അത് അറിയിച്ചതാണ്. 3-ാം തീയതി കൊച്ചിയിൽ വെച്ച് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് വൈകിട്ട് 4 മണിയോടെ വാർത്താ സമ്മേളനം നടത്തും എന്നതായിരുന്നു അന്ന് നമ്മളെ അറിയിച്ചിരുന്നത്. പക്ഷെ പിന്നീട് സംസ്കാര ചടങ്ങ് കഴിയുന്ന മുറയ്ക്ക് അദ്ദേഹം അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നില്ല, അത് റദ്ദാക്കി എന്ന് അറിയിച്ചിരുന്നു. അതെന്തുകൊണ്ട് റദ്ദാക്കി എന്ന കാര്യത്തിലും TA ജോസഫ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ബംഗളൂരിൽ തന്നെ തുടരേണ്ടി വന്നു, ബംഗളൂരിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ആ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം മാറ്റിവെച്ചത് എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും തന്നെ ഉപഭോക്താക്കൾ
ഉപഭോക്താക്കൾ വിശ്വസിക്കരുത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലുള്ള കോൺഫിഡൻസ് അത് നിക്ഷേപകർക്ക്, ഉപഭോക്താക്കൾക്ക്, ക്ലയൻസിനൊക്കെ തന്നെ ഉണ്ടാവണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കമ്പനിയിൽ പ്രതിസന്ധികളില്ല എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. ഒപ്പം ഇപ്പോൾ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണ് എന്നും ഇപ്പോൾ കമ്പനിയുടെ MD, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി നടത്തുന്ന ടി എ ജോസഫ് പറയുന്നു. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രൻ പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യക്ഷ ഫലം എന്താണെന്നറിയാമോ? ഈ ഒരു സ്ഥാപനത്തിൽ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിക്ഷേപം നടത്തിയ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാകാം. കാര്യം ഈ ലോൺ എടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമല്ല, സീറോ ഡെറ്റ് കമ്പനിയായിരുന്നു ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴും കേരളത്തിലും കർണാടകത്തിലും ദുബായിലും ഒക്കെ തന്നെ അവർക്ക് വലിയ പ്രോജക്റ്റുകളുണ്ട്. കേരളത്തിലും കർണാടകത്തിലും വളരെ സജീവ സാന്നിധ്യമാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാരുടെ ആത്മബലവും ആത്മവിശ്വാസവും കുറയ്ക്കാൻ നമ്മുടെ ഇത്തരം റീലുകൾ ഉപകാരപ്പെടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ജനിച്ചതല്ലെങ്കിൽ പോലും കർണാടകത്തിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി കെട്ടിപ്പോക്കി വലിയൊരു സാമ്രാജ്യമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അത് നമ്മളുടെ ചില പിടിപ്പുകേടോ വിവരക്കേടോ കൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതിവിട്ട് നിക്ഷേപകരെ പിൻവലിപ്പിച്ച് പകുതി കെട്ടിപ്പൊക്കിയ ഫ്ലാറ്റുകൾ പൂർത്തിയാക്കാൻ പണമില്ലാതെ വരുന്നൊരു സാഹചര്യം ദയവീത് നമ്മൾ ഉണ്ടാക്കരുത്. കാരണം അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്തെങ്കിലും ഡോക്ടർ റോയിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലീസ് സംവിധാനം നടപടിയെടുക്കട്ടെ. ഇൻകം ടാക്സ്, ED എന്നിവർ ഉണ്ടെങ്കിൽ അവരും നടപടിയെടുക്കട്ടെ. നമ്മൾ നിയമത്തിന് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം എന്ന് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യനോട് കാണിക്കേണ്ട മര്യാദ നമ്മൾ കാണിക്കണം. നമ്മളെന്തെങ്കിലും റീച്ച് കൂട്ടി ഇത്തിരി വരുമാനം കൂട്ടാൻ വേണ്ടി ആ മനുഷ്യൻ്റെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കരുത്. ആ മൃതദേഹം അവിടെ എങ്ങനെ കിടക്കുകയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.